കശ്മീർ ടൂറിസത്തിന്റെ അഭിമാനമായി കാണുന്ന ദിൽ തടാകം പിർപഞ്ചൽ പർവ്വതനിരകളാലും മുഗൾ ഉദ്യാനങ്ങളാലും ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. 18 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് പരന്നു കിടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായതും ഇന്ന് ഏറെ ജനപ്രിയമായൊരു തടാകവുമാണ് കശ്മീരിലെ ശ്രീനഗറിലുള്ള ഇക്കാണുന്ന ദിൽ തടാകം. ഇവ വിക്ടോറിയൻ കാലഘട്ടത്തിലെ നിർമ്മാണ രീതിയിലുള്ള ഹൗസ് ബോട്ടുകൾക്ക് ഏറെ പ്രസിദ്ധമാണ്. ജമ്മു കശ്മീർ ഭരണകൂടത്തിന്റെ വേനൽക്കാല വസതി കൂടിയാണ് ഈ ദിൽ തടാകം. കശ്മീരിന്റെ കിരീടത്തിലെ രത്നം, ശ്രീനഗറിന്റെ രത്നം, പൂക്കളുടെ തടാകം എന്നെല്ലാം ഈ ഒരു തടാകം അറിയപ്പെടുന്നുണ്ട്. ഫ്ലോട്ടിംഗ് മാർക്കറ്റും ഫ്ലോട്ടിംഗ് ഗാർഡനുകളും ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസും നമുക്കിവിടെ അനുഭവിക്കാൻ പറ്റും. താമരയും മത്സ്യബന്ധന കൃഷികളും ചെയ്യുന്ന ഒരുപാട് കശ്മീരികളെ നമുക്കിവിടെ കാണാൻ പറ്റും. താമര പോലുള്ള ചെടികളുടെ വിത്തും തണ്ടുമെല്ലാം കശ്മീരികൾക്ക് ഭക്ഷ്യവിഭവമാണ്. താമരയുടെ തണ്ട് കറി വെക്കാനും അച്ചാറിടാനും പൊരിക്കാനുമെല്ലാം ഇവർ ഉപയോഗിക്കാറുണ്ട്. കശ്മീർ ടൂറിസത്തിന്റെ അഭിമാനമായി കാണുന്ന ദിൽ തടാകം പിർപഞ്ചൽ പർവ്വതനിരകളാലും മുഗൾ ഉദ്യാനങ്ങളാലും ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്ന് ആദ്യം പറഞ്ഞല്ലോ. തടാകത്തിലുള്ള ശിക്കാരകളും ഹൗസ് ബോട്ടുകളും ഏറെ ജനപ്രിയമാണ്. പ്രദേശവാസികൾക്ക് ഇതൊരു ഉപജീവന മാർഗം കൂടിയാണ്. നമ്മുടെ കൂടെ കശ്മീരിലേക്കുള്ള യാത്രകൾക്ക് തയ്യാറാവും മുന്നേ ആളുകൾ വിളിച്ചന്വേഷിക്കാറുള്ളതും ഈ ശിക്കാര യാത്രയെക്കുറിച്ചാണ്. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശിക്കാര യാത്ര ദാൽ തടാകത്തിലൂടെ നമ്മൾ ചുറ്റിക്കാണാറുണ്ട്. ഒരു ശിക്കാരയിൽ 4-5 യാത്രികരാണ് ഉണ്ടാവുക. ടൂറിസ്റ്റുകളെ കാണുമ്പോൾ നിരവധി കച്ചവടക്കാർ വരും. ആവശ്യ സാധനങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ ആദ്യം തന്നെ വില പറഞ്ഞുറപ്പിച്ചതിന് ശേഷം മാത്രം വാങ്ങുക. നിങ്ങളുടെ കശ്മീർ യാത്രകൾക്ക് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം വിളിക്കാം. ഇനി മുതൽ കശ്മീരിൽ തണുപ്പ് കാലമാണ്. ഗുൽമർഗിലും സോനമർഗിലും പെഹൽഗാമിലും മഞ്ഞുവീഴ്ച തുടങ്ങി. ഇതെല്ലാം കാണാനും അനുഭവിക്കാനും നിങ്ങളും വായോ, നമുക്കൊരുമിച്ച് കറങ്ങാം.